സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, അതും വീട്ടിലിരുന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ, വളരെ ചെറിയൊരു മുതൽമുടക്കിൽ ഒരു അടിപൊളി ഫാഷൻ ജ്വല്ലറി ബിസിനസ് എങ്ങനെ വിജയകരമായി തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം. വെറുതെ ഒരു ബിസിനസ് അല്ല കേട്ടോ, മാസം ഒരു 50,000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അവസരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതും നിങ്ങളുടെ വീടിന്റെ കംഫർട്ടിലിരുന്ന് തന്നെ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? ഇതിന് സ്വന്തമായിട്ടൊരു കട വേണ്ട, വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഫാഷൻ ജ്വല്ലറി മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും വലിയൊരു അവസരമായി മാറുന്നത്? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇപ്പം കൂടുതൽ പേരും ആഭരണങ്ങളൊക്കെ വാങ്ങുന്നത് ഓൺലൈനായിട്ടാണ്. അതിൽ തന്നെ ഇൻസ്റ്റഗ്രാം ഒരു മെയിൻ ഷോപ്പിംഗ് ഹബ്ബായി മാറിക്കഴിഞ്ഞു. പിന്നെ ഫാഷൻ ട്രെൻഡുകളുണ്ടല്ലോ, അതെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് പുതിയ ഡിസൈനുകൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും. ഈ ഒരു ചാൻസ് ഉപയോഗിച്ച് ഒരുപാട് ചെറിയ ബിസിനസ്സുകൾ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ വളരുന്നുണ്ട്. ശരി, അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഈ ബിസിനസ് തുടങ്ങാൻ ശരിക്കും എത്ര രൂപ വേണം? പിന്നെ വിൽക്കാനുള്ള സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടും? നോക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം, നിങ്ങൾക്ക് വെറും 5,000 രൂപ കയ്യിലുണ്ടെങ്കിൽ പോലും ഈ ബിസിനസ് തുടങ്ങാം. ഇനി കുറച്ചുകൂടി പ്രൊഫഷണലായി ഒരു ബ്രാൻഡൊക്കെ ആയിട്ട് തുടങ്ങാനാണെങ്കിൽ ഒരു 30,000 രൂപ വരെ ആയേക്കാം. എന്റെ ഒരു അഭിപ്രായം ചോദിച്ചാൽ ചെറിയ രീതിയിൽ തുടങ്ങി പതിയെ പതിയെ ബിസിനസ് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പൈസയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും, അല്ലേ? വിൽക്കാനുള്ള നല്ല കിടിലൻ പ്രോഡക്ട്സ് എവിടെ നിന്ന് കിട്ടും? പ്രൊഡക്ട്സ് കണ്ടെത്താൻ ശരിക്കും പല വഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നേരിട്ട് പോകാം, അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട്, മീഷോ ഹോൾസെയിൽ പോലുള്ള ഓൺലൈൻ പോർട്ടലുകൾ നോക്കാം. അതുമല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഒരുപാട് വേരിഫൈഡ് ഹോൾസെയിലർമാരുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ റിട്ടേൺ പോളിസി എന്താണെന്നും സാമ്പിൾ ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്നും ഉറപ്പുവരുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോ ഇനി എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം, ലാഭം. ഈ ബിസിനസ്സിൽ നിന്ന് എങ്ങനെയാണ് കാശുണ്ടാക്കാൻ പറ്റുന്നത്? നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ നോക്കാം. സാധാരണയായി നിങ്ങൾ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നത് ഏകദേശം ഒരു 75 രൂപ മുതൽ 100 രൂപ വരെയുള്ള വിലയ്ക്കായിരിക്കും. പക്ഷെ ഇതേ സാധനം തന്നെ നല്ല പാക്കേജിങ്ങും കുറച്ച് മാർക്കറ്റിംഗും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ മുതൽ 500 രൂപയ്ക്ക് വരെ ഈസിയായിട്ട് വിൽക്കാൻ പറ്റും. അതായത് എന്താ? മുടക്കുന്ന കാശിന്റെ 2 മുതൽ 6 ഇരട്ടി വരെ ലാഭം. ഇതൊരു ചെറിയ കാര്യമല്ല, വളരെ മികച്ച ഒരു പ്രോഫിറ്റ് മാർജിനാണിത്. വിൽക്കാൻ എവിടെ തുടങ്ങും എന്നാണെങ്കിൽ തുടക്കത്തിൽ ഇൻസ്റ്റഗ്രാമും വാട്സാപ്പുമാണ് ഏറ്റവും ബെസ്റ്റ്. വലിയ ചെലവൊന്നുമില്ലാതെ തുടങ്ങാം. പിന്നെ ബിസിനസ് വളർന്ന് ഒരുപാട് ഓർഡറൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല പ്രോഡക്ട്സ് ഉണ്ട്, ലാഭവും കിട്ടും. പക്ഷേ അതുമാത്രം പോരല്ലോ. ഇത് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കും? ഓർഡർ കിട്ടിയാൽ എങ്ങനെ ഡെലിവറി ചെയ്യും? അതിനൊരു കൃത്യമായ പ്ലാൻ വേണം. കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള ഏറ്റവും എഫക്റ്റീവ് വഴി മെറ്റ ആഡ്സ് തന്നെയാണ്, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പരസ്യങ്ങൾ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള സ്റ്റൈലിംഗ് വീഡിയോസ്, പിന്നെ ബിഹൈൻഡ് ദ സീൻസ് പോലുള്ള റീൽസും പോസ്റ്റുകളും ഒക്കെ സ്ഥിരമായി ഇടുന്നത് ഓർഗാനിക്കായിട്ട്, അതായത് പൈസ കൊടുക്കാതെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഒരുപാട് സഹായിക്കും. ഇനി സെയിൽസ് പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. കസ്റ്റമർക്ക് സാധനം ഇഷ്ടപ്പെട്ടാൽ അവർ ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയക്കും. സംഭാഷണം അവിടുന്ന് നേരെ വാട്സാപ്പിലേക്ക് മാറ്റുക. അവിടെ വെച്ച് ഓർഡർ കൺഫേം ചെയ്യുക, എന്നിട്ട് ഡെലിവറി അറേഞ്ച് ചെയ്യുക. അത്രയുള്ളൂ. ഷിപ്പിംഗിന്റെ കാര്യത്തിൽ കുറച്ച് പ്രൊഫഷണലാകാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, ക്യാഷ് ഓൺ ഡെലിവറി അഥവാ COD ഓപ്ഷൻ കൊടുക്കുന്നത് കസ്റ്റമറുടെ വിശ്വാസം കിട്ടാൻ വളരെ നല്ലതാണ്. പിന്നെ ഷിപ്പ് റോക്കറ്റ്, ഡെലിവറി പോലുള്ള നല്ല കൊറിയർ സർവീസുകൾ ഉപയോഗിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് റിട്ടേൺ വരുന്ന ഓർഡറുകൾ, അതായത് RTO. എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ച് ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ വിജയത്തിലേക്കുള്ള വഴി എങ്ങനെയായിരിക്കും? അതിനൊരു സിമ്പിൾ ഫോർമുലയുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് ആ ഫോർമുല. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ്, അത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സ്മാർട്ടായ മാർക്കറ്റിംഗ്, കൂടെ നല്ല പ്ലാനിങ്ങും. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ ഉറപ്പാണ് നിങ്ങളുടെ ബിസിനസ് വളരും. നിങ്ങളിതൊരു ചെറിയ ബിസിനസ്സായിട്ടായിരിക്കും തുടങ്ങുന്നത്, പക്ഷേ ഇതിന്റെ വളർച്ചാ സാധ്യതകൾ വളരെ വലുതാണ്. ശരിയായിട്ട് മുന്നോട്ടു പോയാൽ മാസം 5 മുതൽ 10 ലക്ഷം രൂപയുടെ വരെ സെയിൽസുള്ള ഒരു ബ്രാൻഡായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ.
അപ്പോ എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്നെല്ലാം നിങ്ങൾക്കിപ്പോ അറിയാം. എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോ പിന്നെ നിങ്ങളുടെ സ്വന്തം 5 ലക്ഷത്തിന്റെ ബിസിനസ് നിങ്ങൾ എപ്പോൾ തുടങ്ങും?